ഹായ്, ഖത്തറിൽ നിന്ന്. ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മിസൈൽ വരുന്നു, ഖത്തറിലേക്ക് വന്നതും ബഹ്റൈൻ, കുവൈറ്റ്, സൗദിയിലൊക്കെ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ മൻസൂറല്ല താമസിക്കുന്നത്. അന്ന് കരഞ്ഞു പോയി ടെൻഷൻ അടിച്ച് ആദ്യം പിടിച്ചായിരുന്നത്. പക്ഷെ അന്ന് കണ്ട എക്സ്പീരിയൻസ് കൊണ്ടാണോന്നറിയില്ല, ഇപ്പൊ ഭയമൊന്നുമില്ല. അതായത് ഇവിടെ വന്ന് വീഴുവോ, നമ്മൾ ചത്തുപോവോ, അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ചത്തുപോകണമെങ്കിൽ അങ്ങ് ചത്തുപോട്ടെ, പ്രോബ്ലം ഇല്ല. പക്ഷെ എന്തെങ്കിലും പറ്റിയിട്ട്, ഈ അപകടം പറ്റിയിട്ട് സഫർ ചെയ്യുന്ന ആ കുറെ ദിവസമില്ല, അതിനെക്കുറിച്ച് ഓർത്ത് മാത്രമേ ഇച്ചിരി ടെൻഷനുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയതാ മിസൈൽ വരുന്നതും പൊട്ടിച്ച് കളയുന്നതും അതിന്റെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീഴുന്നതും എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യാദൃശ്യമായിട്ട് ഇന്നലെ നടന്നതാണ്. അതായത് ഒന്ന് വെളുപ്പിനെ 1:30 മണി എല്ലാവരും ഒക്കെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പടപടാന്ന് പൊട്ടുന്നു. ഞങ്ങൾ പൊട്ടുമ്പോഴേ ഓടി റൂമിന് വെളിയിലിറങ്ങും. അക്കോമഡേഷനില്ല, കാണണമല്ലോ അതെങ്ങോട്ടാണ് വീഴുന്നത്. അപ്പൊ ഇന്നലെ വെളി ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മേളിൽ വീണ് 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 എനിക്ക് തോന്നി, ദൈവമേ ഞങ്ങളുടെ റൂമിന്റെ മേളിലാണോ വരാൻ പോണത്. അങ്ങനെ നോക്കിയിരുന്ന് അതിങ്ങനെ വരുന്നതിന്റെ താഴോട്ട് വരുന്തോറും അത് അടുത്തടുത്ത് വരുന്നത് തോന്നിട്ട് ഓടിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ നേരെ വെളിയിൽ റോഡ് സൈഡിൽ തന്നെ വീണ് ഭയങ്കരമായിട്ട് തീ പിടിച്ചു. അവിടെ ഒരു കച്ചട ബോക്സാ ഉണ്ടായിരുന്നത്, അതാ കത്തിപ്പിടിച്ചു. അവിടെ ഒരു മജ്ലിസ് ഉണ്ട്. ഇന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് പാല് വാങ്ങിക്കാൻ പോയത്, തൊട്ടടുത്തൊരു ഗ്രോസറി ഉണ്ട്. അവിടെ നോക്കിയപ്പം അത് മുഴുവനും കരിഞ്ഞ, അതിൻ്റെ ആ വെടിമരുന്ന് നമ്മൾ പറയാറില്ലേ, ആ സാധനം അവിടെ മുഴുവൻ വീണ് കിടന്നിട്ട് ആ മജ്ലിസിന്റെ ഭിത്തി മുഴുവനും കറുത്ത് പുകയും പിടിച്ച് കരിഞ്ഞു കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസൈൽ എന്ന് പറയുന്ന സാധനത്തിന്റെ എഫക്റ്റ് എത്രയാന്ന് നമുക്കറിയില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരറിവും ഒരു ധാരണയും ഇല്ലാത്ത ഒരാളാണ്. അത്രയ്ക്കുള്ള എന്താ പറയാ, ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു നോക്കും. ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്ന വീഡിയോസ്, കാരണം എത്രയോ പേരുണ്ട് മിസൈൽ എന്താണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ഇപ്പൊ എന്തിനാണ് വഴക്കിടുന്നത്, അമേരിക്ക ഇതിനിടയ്ക്ക് എന്തിനാണ്, അല്ലെങ്കിൽ ചൈന എന്തിനാണ്, ഇതൊന്നും അറിയാൻ വരാതെ കുറേ ആൾക്കാരുണ്ട്. സത്യമായിട്ടും കേട്ടോ, സത്യമായിട്ടും നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല. കുറേ അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് ഇപ്പം ഈ എന്താ പറയാ, ഇങ്ങനൊരു സംഭവം കണ്ടതിന് ശേഷം ഇത് എന്തിനാണ് എന്ന് അറിയാൻ ഭയങ്കര ജിജ്ഞാസയാണ്. ഓക്കെ, ഞാനിന്നൊരു വീഡിയോ, ഒരു മലയാളി ഇട്ട ഒരു വീഡിയോ ഞാൻ കണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുറേനിയത്തിന്റെ ആവശ്യത്തിനാണെന്നുള്ളത് എനിക്ക് ഇന്നാണ് ശരിക്കും മനസ്സിലായത്.